3 കോഴിമുട്ട വെച്ചിട്ട് നമുക്കൊരു പ്ലേറ്റ് നിറയെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരല്പം ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒറിഗാനോ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒറിഗാനോ കൂടി പോകേണ്ട, ഒരു 2 നുള്ളു മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂണ് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു മുട്ടയും പാലും കൂടെ മിക്സ് ചെയ്തത് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഒരു 2 സവാള ഫൈനായിട്ട് അരിഞ്ഞതെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് തന്നെ എടുക്കുക. അതിട്ട് കൊടുക്കുകയാണ്. ചെറിയ സവാളയായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂണ് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതിട്ട് കൊടുക്കുകയാണ്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ഞാൻ 2 പച്ചമുളകാട്ടോ എടുത്തിട്ടുള്ളത്. പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞ് തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂണ് മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചിക്കൻ മസാല. ഇനി ഒരു സ്നാക്സിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് കോഴിമുട്ടയാണ്. ഇപ്പോൾ ഞാനിവിടെ ഒരു 3 കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തേക്കാണ്. ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു കോഴിമുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ഇനി പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അരിപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലവറും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അരിപ്പൊടി കൂടെ ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് നമ്മൾ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള സവാള ചിലപ്പോൾ നല്ലോണം വെള്ളം നന്നായിട്ട് ഇറങ്ങി വരും. ഈ ഒരു മാവ് ഓവറായിട്ട് ലൂസായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സ് ചെയ്ത സമയത്ത് ഇത് കയ്യിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ ഉരുട്ടാൻ പറ്റണം. ഇത് കുറച്ച് വെള്ളം കുറവാണ് കേട്ടോ ഇതിൽ. ഈ ഒരു സവാളയിൽ നിന്ന് അധികം വെള്ളം വന്നിട്ടില്ല. അപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന സവാളൻ്റെ ഇതിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, നമുക്കിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടാൻ പറ്റുന്ന ഒരു പരിവാണ് കേട്ടോ നമുക്ക് ഈ ഒരു മാവ് വേണ്ടത്. ഇനി ഒരു സ്നാക്സിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലേക്സ് വേണം. ഇപ്പോൾ കോൺഫ്ലേക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ബ്രെഡ് ക്രംസ് എടുത്താലും മതി കേട്ടോ. ഇപ്പോൾ കോൺഫ്ലേക്സ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാവിന്ന് ഓരോ ഉരുളായിട്ട് കയ്യിലെടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. ബോൾസിൻ്റെ ഷേപ്പിലോ അങ്ങനെ നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടത് വെച്ചാൽ അങ്ങനെ ആക്കിയെടുക്കാം. നമ്മളെ കയ്യിലൊരല്പം എണ്ണ ആക്കിയിട്ട് ഇത് ബോൾസ് ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ തൊട്ടി പിടിക്കൂല കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഷേപ്പാക്കി എടുത്തിട്ടുള്ള ഈ ഒരു മാവ് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയും പാലും ഉണ്ടല്ലോ, അപ്പോൾ അതിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു കോൺഫ്ലേക്സിലിട്ടിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇപ്പോൾ കോൺഫ്ലേക്സിന് പകരം നിങ്ങൾക്ക് ബ്രെഡ് ക്രംസ് എടുത്താലും മതി കേട്ടോ. ഏതാണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് കേട്ടോ. നമുക്കൊരു 5 മിനിറ്റ് ടൈം എടുക്കുന്നുള്ളത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്നാക്സിൽ അങ്ങനെ എണ്ണ പിടിക്കൂല കേട്ടോ. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ലോ ഫ്ലെയിമിലാകുമ്പോഴത്തേക്ക് ഇതിൽ നന്നായിട്ട് എണ്ണ പിടിക്കും. നമുക്കൊരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും. 2 ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് കോരി മാറ്റാം. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ്. ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കെച്ചപ്പും കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണ്. പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റുമാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഒരു അളവിൽ നമുക്കൊരു 15ഓളം സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്നാക്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്